ബിഗ് ബോസ് മലയാളം സീസൺ 7 പ്രൊമോ അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ഇന്ന് വൈകിട്ടത്തെ എപ്പിസോഡുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റ് ആദ്യത്തെ പ്രൊമോ റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രൊമോയിൽ ആദിലയെയും അനീഷിനെയും ലാലേട്ടൻ നിർത്തിപ്പൊരിക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവരെ രണ്ടുപേരെയും ഇന്ന് ലാലേട്ടൻ റോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. പ്രൊമോ തുടങ്ങുന്നത് ഇപ്രകാരമാണ്. ഒരു ടേബിളിൽ 3 ജ്യൂസ് കുപ്പികൾ വെച്ചിട്ടുണ്ട്. 2 ഓറഞ്ച് ജ്യൂസുകളും ഒരു ലെമൺ ജ്യൂസും. അതിനുശേഷം ലാലേട്ടൻ പറയുകയാണ്, ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെ സ്വന്തം ബിഗ് ബോസ് വീട്ടിലെ ബിഗ് ബോസ് കമ്പനി ജ്യൂസ് മനസ്സ് നിറഞ്ഞ് കഴിക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ അപ്പോഴേക്കും ജ്യൂസ് കമ്പനിയും പൊട്ടിച്ചു, തയ്യാറാക്കിയ ജ്യൂസും കളഞ്ഞു, കുപ്പികളും നശിപ്പിച്ച് കളി കോളമാക്കി. ഒരു ഓറഞ്ച് ജ്യൂസ് ഇളക്കിയിട്ട് ശേഷം ലാലേട്ടൻ പറയുകയാണ്, അല്ല, ഞാൻ ആലോചിക്കുകയാണ്, ഈ വീക്കിലി ടാസ്കുകളെല്ലാം ഇവർ തുടർച്ചയായി പൊളിക്കുന്നത് എന്തിനാണ്? എന്തും തകർക്കാൻ എളുപ്പമാണ്. തീർന്നില്ല, അടുക്കള പോരാട്ടങ്ങളിൽ ഇത്തവണ വെസൽ ടീമിൻ്റെ പാത്രം കഴുകൽ പോലും തമ്മിലടിയിൽ കലാശിച്ചു. ഇനിയുമുണ്ട് പലതും, എല്ലാം പറഞ്ഞാൽ എങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പ്രൊമോ അവിടെ അവസാനിക്കുകയാണ്. തീർച്ചയായും ഇന്നത്തെ ദിവസം ആദിലയുടെയും അനീഷിൻ്റെയുമാണ്. കാരണം വെസൽ ടീമിനെ കുറിച്ചും ലാലേട്ടൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കുപ്പികൾ പൊട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ടും അക്കാര്യവും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെസൽ ടീമിൽ ആദിലയും അനീഷും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായതല്ലോ, അത് തീർച്ചയായും ലാലേട്ടൻ ഇന്ന് ചോദിക്കും. അതുമാത്രമല്ല, കുപ്പികൾ പൊട്ടിച്ചതിന് രണ്ടാമത്തെ ദിവസം അനീഷ് പൊട്ടിച്ച അല്ലെങ്കിൽ അനീഷ് കാണിച്ചിരിക്കുന്ന ആ ഒരു പ്രവൃത്തിയോട് നമുക്ക് 1% പോലും യോജിക്കാൻ സാധിക്കില്ല. ആദ്യത്തെ ദിവസമെങ്കിലും അനീഷിൻ്റെ ഭാഗത്ത് ഏതെങ്കിലും രീതിയിലുള്ളൊരു ന്യായം ഉണ്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ രണ്ടാമത്തെ ദിവസം തീർച്ചയായും അനീഷിൻ്റെ ഭാഗത്തു നിന്നും വന്ന വൻ വീഴ്ചയാണ് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. തീർച്ചയായും ഒരു കാര്യം ചോദിക്കുമെന്നത് നമുക്ക് വ്യക്തമായിരുന്നു. ഇനിയുള്ള അടുത്ത പ്രൊമോകളിൽ തീർച്ചയായും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ക്ലാരിറ്റി നമുക്ക്